നമസ്കാരം. എന്തോ ചന്ദ്രനിൽ പോയിട്ട് വരുന്നവരുണ്ടല്ലോ ഹെൽമെറ്റ് ഒക്കെ വെച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു കേസാണ് ദിയ കൃഷ്ണയുടെ, നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ കോബയോസി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് 3 പേര് ചേർന്ന 1-2 രൂപയല്ല 69 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഡിജിറ്റൽ, അതായത് ക്യു ആർ കോഡ് പിന്നെ സ്കാനിങ് അവരുടെ വെച്ചിരുന്നത് സ്ഥാപനത്തിന്റെ ഉപയോഗിക്കാതെ അവരുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയൊരു വൻ തട്ടിപ്പാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് അതിനെതിരെ ഇവർക്ക് പിടിച്ചു നീക്കാൻ പല കളികളും ഇവർ ഇറക്കി. പക്ഷെ അതിലൊന്നും തെളിവുകൾ ഇവർക്കെല്ലാം ഡിജിറ്റൽ തെളിവുകൾ പ്രിമാഫേസ് ഇവർക്കെതിരായിരുന്നു. അങ്ങനെ കേസിന്റെ ഒരു അവസാനം എന്നല്ല, 2 മാസത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് കോടതിയിലേക്ക് ജവഹർ നഗറിലുള്ള ക്രൈംബ്രാഞ്ച് കോടതിയിൽ വന്ന്, ജില്ലാ കോടതി വന്ന് ഹാജരാകുന്ന രംഗമാണ്. പക്ഷെ അഭിമാനം ഓർത്തിട്ടാണോ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇവരെന്ത് ഹെൽമെറ്റ് വെച്ചാലും ഇവർ ചാനലിന് മുമ്പിൽ വന്ന് കാണിച്ച അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവര് വീഡിയോ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തതൊക്കെ ജനം മറക്കൂ. ഇവര് പല പരിപാടികളും കാണിച്ചു, നമുക്ക് ഓരോന്നോരോന്ന് കാണാം. ഇവര് 2 പേരാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്, വിനിത രാധു. ഇനി ഒരാളുകൂടെ ഉണ്ട്, ദിവ്യ. അതായത് ഈ ഇതിനകത്തിലെ ഈ വിനീതയാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പറയപ്പെടുന്നത്. ഇവരെ പിടിച്ച് അവര് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും കൂടെ ചേർന്ന് ചോദ്യം ചെയ്ത് തന്നെ ഇവര് ഏറെക്കുറെ കള്ളം സമ്മതിച്ചതാണ്. പക്ഷെ അവര് കേസ് കൊടുക്കാനും പോയതല്ല. പക്ഷെ ഇവരുടെ ഈ തട്ടിപ്പ് ഇവരെങ്ങനെങ്കിലും പരിഹരിക്കാൻ പറ്റുന്നു. ഇവരെന്താ, എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിൽ ഒരു വൻ ശക്തികൾ ഇവരുടെ കുടുംബത്തിലാണ്. ഇവരെ ഈ 3 പ്രതിയാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിന്റെ പിന്നിൽ അന്ന് ചില ഇവരുടെ സഹോദരങ്ങളും അതുപോലെ ആരണ്ടൊക്കെ ഉണ്ടായിരുന്നു അന്ന് ചാനലൊക്കെ വന്നപ്പോ. അവരെ കൂടി ഇതിനകത്തില് പ്രതി ചേർക്കേണ്ട അത്യാവശ്യമാണ്. എന്തോ ഈ കേസിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട്, ആരുടെയൊക്കെയോ സപ്പോർട്ടിന്റെ പുറത്താണ് ഈ കേസ് ഇപ്പോൾ ഇങ്ങനെ നീങ്ങുന്നത്. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ കീഴടങ്ങി. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് പ്രതികൾ കീഴടങ്ങിയത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ആരൊക്കെയാണ് കീഴടങ്ങിയത്? കൂടുതൽ വിശദാംശങ്ങൾ. എന്തായാലും ശരി, ഇവര് വേറെ കുറച്ച് പൈസ വല്ല എടുക്കും, അല്ല 10-15 ഒക്കെ വെച്ച് എടുക്കുമായിരുന്നെങ്കിൽ ഇത് ആരും അറിയാതെ സോൾവ് ചെയ്തു. എന്നിട്ടും അവര് ഒരു പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ച് ഇതെങ്ങനെങ്കിലും സോൾവ് ചെയ്യാം, അവരായിട്ട് തീർക്കാം, അതിനു വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചു വരുത്തി പിന്നെ വീഡിയോ എടുത്തതും ഒക്കെ. കുറ്റസമ്മതം നടത്തുന്നത് നമ്മളെല്ലാരും കണ്ടതാണ് ആ വീഡിയോസ് ഒക്കെ. എങ്ങനെങ്കിലും ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവരുടെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഈ 69 ലക്ഷം രൂപ ഇവര് വസ്തു വാങ്ങിച്ച, വീട് വെച്ച, വണ്ടി എടുക്കുക, എന്തൊക്കെയോ പരിപാടികളിലൊക്കെ മുടക്കിയിട്ടുണ്ട് 2-3 പേരുമായിട്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പരിപാടി? ഈ നടുക്കിരിക്കുന്ന ഈ കണ്ണാടി ഇവരാണ് ഇതിന്റെ വിനീത മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അവരിത് ഒതുക്കാൻ നോക്കിയിട്ടും ഒതുങ്ങിയില്ല. പിന്നെ കേസ് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞ് കാര്യം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം ഒരാൾക്ക് ഇപ്പൊ എതിരിക്കാൻ എല്ലാവരും കാണും എന്നൊക്കെ ഉള്ളൊരു ധാരണ ഇവർക്കുണ്ടായത്. പക്ഷെ മുഖ്യമന്ത്രിക്ക് പോയി നേരിട്ട് പരാതി കൊടുത്ത് സ്വന്തമായി അന്വേഷിക്കണം, അതിനകത്തിലെ സത്യം പുറത്തു വരണം എന്ന് മാത്രം കൃഷ്ണകുമാർ പറഞ്ഞതും പ്രകാരം അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഉറപ്പിന്റെ അടിസ്ഥാനത്തില് ഈ പോലീസ് കേസെടുത്ത് തെളിവുകൾ കിട്ടി. ഏതാണ്ട് കുറെ ദിവസങ്ങൾ, ആഴ്ചകൾ പോയി, പ്രതികളെ പിടിക്കപ്പെട്ടില്ല. ഇപ്പോൾ ഇവര് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടും ഇത്രയും ദിവസമായിട്ടും ഈ കേസിലെ ഈ പ്രതികളെ പിടിക്കാൻ കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിക്കാത്തത് എന്താ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ നാടകം തന്നെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രമാദമായ കേസുകൾ നമ്മുടെ കേരള പോലീസ്, അഭിമാനം തോന്നുന്ന കേസുകൾ നമുക്ക് തെളിയിച്ചവരാ.
അപ്പൊ അവർക്ക് എന്തുകൊണ്ട് ഇത് പറ്റിയില്ല എന്നുള്ളത് ഒരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടും ഇവരെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ഇല്ലായിരുന്നു. ലാസ്റ്റ് ഹൈക്കോടതി ഇവര് ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണം എന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇവർ ഹാജരായിട്ടുള്ളത്. ഇപ്പത്തെ വേറൊരു കാര്യമുണ്ട്. ഇവര് തിരുവനന്തപുരം വിട്ട് ദൂരെ പോയിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. കാര്യം ഇവര് ദൂരെ എങ്ങാനും പോവുകയാണെങ്കിൽ ഇവർ തിരുവനന്തപുരത്തെ ജവഹർ നഗറിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഈ ഹെൽമറ്റും വെച്ച് ഈ നാടകീയ രംഗം കണ്ടത്. കാര്യം ആരും തിരിച്ചറിയാതിരിക്കാനാണ് ഈ ഹെൽമറ്റ് വെച്ചത്. അവിടെ വരുമ്പോൾ അതിനു മുമ്പേ പോലും ഒരു 5 മിനിറ്റ് മുമ്പ് പോലും പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന് ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ആ കാര്യത്തില്. അത് നമ്മുടെ പോലീസിന്റെ ഒരു വിലകേടായിട്ട് ഇത് മാറില്ലേ എന്നൊക്കെ നമുക്കൊരു ചോദ്യം വരും. പിന്നെ ഈ ഇവര് ഈ വിനീതയുടെ ബ്രെയിൻ ആണല്ലോ ഇതിന്റെ പിന്നില്. വിനീത സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ സംസാരിച്ചവർക്ക് ഈ ദിയ കൃഷ്ണയോട് എത്രയോ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ദിയ കൃഷ്ണയും സിന്ധു കൃഷ്ണയും അവരെല്ലാം തന്നെ അവരുടെ 2-3 ചാനലിൽ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവരുടെ പെർമിഷൻ ഇല്ലാതാണ് ഇവരുടെ ഫോട്ടോ യൂസ് ചെയ്തത്, ഇവരുടെ കണ്ടന്റ് എടുത്ത് അങ്ങനെ ഇട്ടെന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്നു, ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും പറഞ്ഞ്. നമുക്കറിയാം സായി കൃഷ്ണക്കെതിരെ അതുപോലെ വേറെ 1-2 യൂട്യൂബേഴ്സിനെതിരെ ഇവര് ഒരേ മെസ്സേജ് എന്തോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത സംഭവം തോന്നുന്നു, 24 മണിക്കൂറിനകം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനാക്കും ഇങ്ങനാക്കും എന്നും പറഞ്ഞു. അപ്പം അതിന്റെ ആ ഒരു മെസ്സേജ് ഒന്ന് കാണാം നമുക്ക്. വിനീത എന്നുള്ള ആ ഒരു പ്രൊഫൈലിൽ നിന്നാണ് അയച്ചേക്കുന്നത്. ഹലോ, ദിസ് സൈഡ് വിനീത. ഐ നോട്ടീസ്. ഇതിനു മുമ്പേ വിനീത ഒരു ഹായ് അടിച്ച് ഇങ്ങനെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്തോ പന്തികേട് തോന്നി അതിന് ഈ വിനീതയാണെന്ന് മനസ്സിലായതുകൊണ്ട് അതിന് കൂടുതൽ മറുപടി റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല. ഇപ്പൊ എന്താ, ഐ നോട്ടീസ് ദാറ്റ് യു ഹാവ് പോസ്റ്റഡ് കണ്ടന്റ് യൂസിങ് മൈ ഫോട്ടോ ആൻഡ് വോയിസ് വിത്തൗട്ട് മൈ കൺസെന്റ്. ഐ ഡു നോട്ട് ഗീവ് പെർമിഷൻ ഫോർ മൈ ഇമേജ്. ഐ ഡു നോട്ട് ഗീവ് പെർമിഷൻ for my image, voice or any part of my identity to be used in your content. എന്ന് വെച്ചാൽ ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നതിൽ ഇതിന് ഞാൻ ഇത് നിങ്ങളിത് മാറ്റിയില്ലെങ്കിൽ ഐ വിൽ ബി ഫോഴ്സ് ടു ടേക്ക് ലീഗൽ ആക്ഷൻ അണ്ടർ സൈബർ ലോസ്. സൈബർ നിയമപ്രകാരം കേസെടുക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇവർക്ക് ഇത്ര ബുദ്ധിശൂന്യത, ഇവർ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ അത് ചെയ്യരുതെന്ന്. സോഷ്യൽ മീഡിയയും കൂടെ ഈ മറ്റുള്ള മാധ്യമങ്ങൾ ഒപ്പം സോഷ്യൽ മീഡിയയും ഇത്രയും നിന്നുകൊണ്ടാണ് ഈ കേസിന് ഇത്രയും ഒരു പോപ്പുലാരിറ്റി വന്നതും ഇതിന് നേരെ ഇത്രയെങ്കിലും കാര്യങ്ങളായതും. അപ്പൊ ഇത് സോഷ്യൽ മീഡിയ അവരെടുക്കുന്ന കണ്ടന്റ് ഇവര് കോപ്പിറൈറ്റ് കൊടുക്കാനോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവര് വന്ന് ഇവരുടെ പടവും ഇവരുടെ വീഡിയോസും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിലാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതിന് യാതൊരു പ്രസക്തിയില്ല. പിന്നെ ദിയ കൃഷ്ണ ഇപ്പം അവരുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ അവർക്ക് അതിനായിട്ടുള്ള പ്രഗ്നൻസി പീരീഡിലാണ് ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. അപ്പം ഈ ഗോൾഡ് ഓർണമെന്റ്സിന്റെ ഒരു ജുവൽസിന്റെ ഒരു ഇതായിരുന്നു. പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ അവര് ഹോൾസെയിൽ റേറ്റിലൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. അപ്പം അവിടെ ഡീലിങ്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്താണ് ഇവര് കളിച്ചത്. വാട്സാപ്പ് ത്രൂ ആണ് നടന്നത്. വാട്സാപ്പിൽ വരുന്ന കംപ്ലൈന്റ്സും എൻക്വയറീസും എല്ലാം ക്ലിയർ ചെയ്യാൻ ഞാൻ മിസ്സസ് വിനീതേനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ മിസ്സസ് വിനീതയാണ്. അപ്പോൾ വിനീതയുടെ ഭർത്താവ് അത് മിസ്സസ് ആകുമ്പം ഭർത്താവിനെ ഇതിനകത്തില് റോള് എന്തെങ്കിലും കാണും. ഭർത്താവിനെ കൂടി ചോദ്യം ചെയ്തില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമ്പോൾ പ്രതികർക്കാൻ ഇവരല്ലാതെ ഇവർക്ക് പിന്നിൽ ഇവർ 3 പേരുണ്ടെങ്കിൽ ഇപ്പം 2 പേരെ ദിവ്യ ആണ് തോന്നുന്നു ഇനി ഹാജരാകാനുള്ളത്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ 2 പേര് ഹാജരായപ്പോ അവക്കുട്ടി എന്താണ് ഹാജരാകുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പ്രതികളിലേക്ക്
ഉള്ള ഒരു അന്വേഷണം എന്തായാലും ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിനിതേനെ അത് ഏൽപ്പിച്ചപ്പോൾ വിനിത ആൾക്കാരുടെ കംപ്ലൈൻസ് കേട്ട് അതിന് ഒരു ഉത്തരം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ അവരുടെ കൺസേൺസ് എന്നെ അറിയിക്കുകയോ ചെയ്യുന്നതായിരുന്നു അയാളുടെ ജോലി. അതിന് അയാൾക്ക് അഡീഷണൽ പേയ്മെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരെയും ബാക്കി 2 സ്റ്റാഫുകളെക്കാൾ പേയ്മെന്റ് കൂടുതലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ ഇവരുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാല് ഇവരുടെ വീട്ടിലെ ഓരോ ഫംഗ്ഷനും ഈ കുട്ടികളെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ഫാമിലി, അവരുടെ ഒരു അനിയത്തിമാരെ മാതിരി കണ്ടതാണ്. പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ശമ്പളത്തിനോ മറ്റോ ഉപരി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അവർ പരിഹരിക്കാൻ കഴിവുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അതൊക്കെ സന്മനസ്സുള്ളവരോട് തന്നെ ഇവരിത് കാണിച്ചപ്പം ഇനി എന്താ പറയുക, ഇനി കേസിന്റെ വഴികളും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റോ അല്ലെങ്കിൽ ഇപ്പൊ ഇവർ ഹാജരായി എന്നേ ഉള്ളൂ, അറസ്റ്റ് ചെയ്തതായിട്ട് ഇപ്പോഴും വരുന്നില്ല. ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ കളികൾ എന്തായാലും ഉണ്ട്. അത് ഈ കേസിന് തടസ്സമാകുന്നു ക്രൈംബ്രാഞ്ചിന് പോലും എന്ന് നമുക്ക് സംശയിക്കും. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാകും. അത് നമുക്ക് അന്നേരം മാത്രമേ അതിനെക്കുറിച്ച് ഇരിക്കുന്നൊരു ഇതായോട് പറയാൻ പറ്റത്തുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.